പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ നാടൻ സ്വിമ്മിംഗ് പൂളിൽ വലിയൊരു പോരായ്മ എന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം പറയുന്നത് കേട്ടാ, കയറാനായിട്ട് എൻ്റെ പണ്ടത്തെ മീൻ കുളത്തിലത്തെ മറ്റേ കയറാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ സരിതാര അച്ഛൻ വന്ന് അതന്നെ അപ്പോൾ സരിതാര അച്ഛൻ വന്ന് കുളിച്ചപ്പോഴാണ് ആൾക്ക് അതിൻ്റെ കയറാനായിട്ടുള്ളൊരു സാധനത്തിൻ്റെ പോരായ്മ മനസ്സിലായത്. ഇനി സരിത പറഞ്ഞു. നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളത് ലാഡർ വയ്ക്കുക, അപ്പോൾ സരിതയ്ക്കും കൂടി കയറിലിറങ്ങലും പറ്റില്ലോ എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ അന്ന് നമ്മളത് പണിയാൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഈ ഫെൻസിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സുമേഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെങ്ങനെ അത് പിടിപ്പിക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റീലിൻ്റെ ഇത് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൾക്ക് സമയമില്ല, ഭയങ്കര തിരക്കവന്, കുറേ വർക്കുകൾ കിട്ടിയിട്ട് പണിക്കാരും ഇല്ലാണ്ടൊക്കെ. അപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛനമ്മയൊക്കെ അന്ന് വിഷുവിന് വന്നിട്ട് നിന്നല്ലോ. അച്ഛന് നമ്മുടെ പൂള് ഭയങ്കര ഇഷ്ടം. അച്ഛൻ നല്ലോണം ആസ്വദിച്ചു. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം നീന്തി തുടിച്ചു. അച്ഛൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ പടത്തലോളത്തിൽ അവിടത്തെ കണ്ണംകുളങ്ങരത്തെ പടത്തലോളത്തിൽ നീന്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അപ്പം അച്ഛന് അത് വെക്കണം. അപ്പം അച്ഛൻ എന്തത് വെക്കാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു സുമേഷിന് ഒഴിവില്ലാണ്ടാന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ചോദിച്ചു ഞാൻ വെച്ചെന്നാൽ മതി വന്നിട്ട്. ഞാൻ പറഞ്ഞു പിന്നെന്താ അച്ഛൻ വെച്ചെന്നാൽ മതി, നമുക്ക് സുമേഷിനെ വെച്ചാലൊന്നും നിർബന്ധമില്ല. അപ്പം അങ്ങനെ അച്ഛൻ അത് പിറ്റേ ദിവസം തന്നെ സ്റ്റീലിൻ്റെ അവിടെ നിന്ന് അത് വാങ്ങി. പിന്നെ അവർക്ക് ആ സ്റ്റീല് പൈപ്പ് വാങ്ങിക്കണോടത്ത് തന്നെയാണ് അത് വളയ്ക്കുക. അപ്പം ഞാനത് അത് എങ്ങനത്തെയാണെന്നുള്ള ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ ഒക്കെ അച്ഛൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം അവിടെ നിന്ന് വാങ്ങിക്കണോടത്ത് തന്നെ അവരത് വളച്ച് തരാൻ 2 ദിവസം എടുത്തു, അല്ലെങ്കിൽ അത് മുന്നേ വെച്ചേനെ. അപ്പം അച്ഛൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അച്ഛൻ വന്നു. ഓട്ടോല മുകളിലാണ് സാധനം. ഉള്ളിക്ക് വണ്ടി കയറ്റണ ചാർലിനെ പൂട്ടിയിട്ട് നന്നായി, അത് കാരണം തുറക്കാൻ ധൈര്യമായിട്ട്. സ്വിമ്മിംഗ് പൂളിലേക്കുള്ള സിമെന്റ് കിട്ടിയില്ലേ? അവരെ കൊച്ചിക്ക് മുന്നേ പോയി. ഇതെങ്ങനെയാ അച്ഛൻ കാറിൽ കൊണ്ടുവരാൻ പറ്റും പറഞ്ഞേ? ഇത് കാറിൽ കൊണ്ടുവരാൻ പറ്റില്ല. ദുഃഖവെള്ളിയായ കാരണം ഒരു ഓട്ടോ പോലും കിട്ടാണ്ട്. പക്ഷെ അച്ഛൻ ഇന്ന് ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണമെന്ന് വാശിയാ. കടുങ്കട്ട് വീഴ്ത്തിയ നീ? കടുങ്കട്ടല്ല, മുറുകിയത്. എന്നെക്കാളും ശക്തി നിനക്ക്. ഇതെന്തൊട്ട് സാധനം, അത് പ്രത്യേക സാധനം. ഇനി വിട്ടോ ഇതിങ്ങനെ കണ്ട പൊന്നാടണീച്ചു സരിതാന. ഇനി ഇവിടെ ഒരു കെട്ടുണ്ട്. ഇനി എടുത്തോ. ഇത് കാറിൽ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടാ, മുകളിൽ തന്നെ വെച്ച് കെട്ടി വരാൻ പറ്റില്ല. ഇതെങ്ങനെ കാറിൽ കൊണ്ടുവരാൻ പറ്റില്ല? ഇതാണ് സാധനം അല്ലേ? വരട്ടെ കാണിക്കട്ടെ. അങ്ങനെയാണ് കയറാനുള്ള സിസ്റ്റം. അല്ല ഞാൻ കാണിക്കാണ്. സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ഇത്. സാധാരണ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിഭാഗം ഉണ്ടല്ലോ, ഇവിടെയും ഭൂമിയിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൂടാതെ ഇത് ഇവിടെ ഇല്ലേ, ഈ ഭാഗത്തുനിന്ന് ഈ സൈഡ് ഭാഗത്തേക്ക് ഉറപ്പിച്ചിട്ടുണ്ടാവും. 2 സ്ഥലത്തേക്ക് ഉറപ്പിച്ചാലാണ് ഇനി പിടുത്തം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കയറുമ്പോൾ ഇവിടെ മാത്രം പിടുത്താകുമ്പോൾ ശരിയാവില്ലല്ലോ. പക്ഷെ നമ്മുടെ തന്നെ അത് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഷീറ്റല്ലേ, അപ്പോൾ ഈ സൈഡിലേക്ക് ഇതിനെ ഉറപ്പിക്കാൻ പറ്റില്ല. ഷീറ്റ് മുട്ടാൻ പാടില്ല. മുട്ടി കഴിഞ്ഞ് ചിലപ്പോൾ ഒരഞ്ഞ് ചിലപ്പോൾ ഷീറ്റ് കയറി വരും. അപ്പോൾ അച്ഛൻ തൊട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രം അല്ലേ ഉറപ്പിക്കണ്ട. അപ്പം അതിന് എന്തൊട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ. എന്തൊട്ട് അച്ഛൻ ചെയ്യാൻ പോണെന്ന് അച്ഛൻ തന്നെ അറിയുള്ളൂ. അപ്പം അത് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോകാം. ഇതിന് സിമെൻറ്റും കിമിൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. സിമെൻറ്റ് പിന്നെ എന്നിട്ടാ പാറപ്പൊടി ഇവിടെ ഉണ്ട്.
സ്റ്റീലാണ് ഈ സാധനം. ഇത് ഷീറ്റുമ്പോൾ തൊടാൻ പാടില്ല. അതാണ്. കടക്കൊക്കെ ചെയ്യും ഇല്ലേ? കടക്കില്ലേ റീ? പൊളിയില്ലേ പരിപാടി. ആദ്യം മറ്റേ ഭാഗം കടത്തി ഞാൻ കടന്നു പോയില്ലേ? ആറ്റത്ത് വെച്ചാൽ മതി ചേട്ടാ. ചേട്ടാ കയറ് കെട്ടിയിട്ടിട്ടില്ലേ കയറാൻ വേണ്ടി? ആറ്റത്ത് വെച്ചാൽ മതി ചേട്ടാ. അവിടെ വെക്കേണ്ടത്? ഇവിടെ വെക്കേണ്ടത്? ആ ദേ ഇവിടെ തടസ്സമില്ലല്ലോ നമുക്ക് ഇങ്ങോട്ട് കടക്കാനും. ഇവിടെ മതിയാ? അല്ല നമുക്ക് അതിന്റെ അപ്പുറത്തൂടെ കടക്കാനുള്ള സ്ഥലം കിട്ടണ്ടേ? ആ ഇങ്ങോട്ട് നടക്കണല്ലോ അല്ലേ? അല്ലെങ്കിൽ ആറ്റത്ത് വെച്ചാൽ മതിയാ? ആ കയറേട്ടാ. ഒരു മിനിറ്റ് സരിതേണ്ടേ? ഞാൻ വിചാരിച്ചത് ഇവിടെയാ. അവിടെ വെക്കാം. ആ അവിടെ ഇനി വെക്കാൻ പറ്റില്ലോ. വീതി വേണല്ലോ നമുക്ക് ഇപ്പുറത്തോടെ കടക്കാൻ വേണല്ലോ. ഇപ്പുറത്തേക്ക് കടക്കാൻ സ്ഥലം വേണ്ടേ? ആ അപ്പൊ ഇവിടെ പറ്റില്ലോ. ഇവിടെ പറ്റില്ല. അത്രയ്ക്ക് ഇതിൽ വയ്ക്കണം. ഇത് പിടിക്കേ ഞാൻ ഇത് പിടിക്കും. ഞാൻ അല്ല കയറ് അടിയിൽ മുട്ടില്ല. ഇതഴിക്കുക. അയ്യ ആ ഇതിനുള്ളിവിടെ പറ്റും. ചെറിയ കയറാ? അല്ലേ ഇവിടെ കെട്ടിയിട്ട് കെട്ടിയാ പോരെ? അല്ല ഇങ്ങനെ കെട്ടിയിട്ട് ഇത് മുന്നിക്കൊരു പിടുത്തം കൊടുത്താൽ പോരെ? സാധനം മുങ്ങി പോണ്ടിരിക്കാനുള്ള ഒരു ഇതല്ലേ വേണ്ട? അടിയിൽ മുട്ടില്ല. അടിയിൽ മുട്ടിയുണ്ടാവില്ലല്ലോ ഇപ്പൊ? ഏയ് നോക്കി നോക്കാം. ഇറങ്ങി നോക്കാം. ജഗ് ഇറങ്ങി നോക്കിക്കാൻ മതി. അത് കടക്കില്ല. അതിൻ്റെ ഉള്ളിലൂടെ കിടക്കും. അതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ കിടക്കാം? വെൽഡ് ചെയ്ത് നോക്കല്ലേ? വെൽഡ് ചെയ്ത് നോക്കല്ലേ? മതിയാ? ഇല്ലേ തെറ്റത്തിക്കല്ല. ഇത്രയ്ക്ക് മതിയില്ലേ? ഈ ഷീറ്റ് പൊക്കണ്ടാച്ചാ? ആ പറ്റില്ല. ഒരു മിനിറ്റ് ആദ്യം കെട്ടിയത് ഇവിടെ ലോഡ് നിർത്തട്ടെ. മതി. കുറച്ച് ഇത്രയും വട്ടത്തിനെ മുറിക്കണം, കുഴിയാക്കണം. എന്നിട്ട് ഈ ബോട്ടിനെ അടിയിലേക്ക് ഇറക്കണം. എന്നിട്ട് അതിൽ സിമെന്റ് ഇതിട്ടിട്ട് നിറയ്ക്കണം. ഉറച്ചതിന് ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്തണം. അല്ലെങ്കിൽ അങ്ങോട്ട് മറയും. അവർ കാര്യം ചെയ്ത ഇതും ഈ ഭാഗം പൊളിക്കണം. ഭാഗം ഒരു ചാലുമാരി ഇട്ടാൽ മതി. അടിയിൽ സിമെന്റിന്റെ അടിയിലേക്ക് നിൽക്കാൻ. അവിടെ നിന്നോട്ടെ ഒരു ബല. അതും ഭൂമി അതിന്റെ അടിയിലേക്ക് പോവാനുള്ളതാണ്. അപ്പൊ ഇത് കീറണം അല്ലേ? ഇതിപ്പോ ഈ പച്ച ടർഫ് വിരിച്ചിട്ടുണ്ടല്ലോ ഈ സാധനം, ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഇത് മാറ്റണം. ഇതിന്റെ അടിയിൽ ഇത് ഈ ഷീറ്റ് ഇവിടേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കണ്ട. അതും മാറ്റിയിട്ട് വേണം. ഇത് നമ്മൾ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് പരക്കലിട്ടുണ്ടല്ലോ അതിലേക്ക് വേണം ഇത് ഉറപ്പിക്കാൻ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ഇത് നമ്മുടെ മഹേഷ് ശിവയും കൂടിയിട്ട് ഒരു ഉറപ്പിച്ചു എന്ന് പറഞ്ഞാ പൊന്നോ ഇത്ര സമയം അത് ഇളക്കാൻ നോക്കിയായിരുന്നു. അത് പറ്റുന്നില്ല. അപ്പൊ ഇവിടെ നമ്മളിത് മുറിക്കാൻ പോവാ. ഇങ്ങനെ മുറിക്കാൻ പോവാ. അച്ഛന്റെ ഐഡിയ ആണ്. ഇങ്ങനെ രണ്ട് സൈഡ് ഇവിടെ വരെ മുറിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് മറച്ചിട്ടെ അങ്ങനെ ചെയ്യാനാണ് ഇപ്പൊ പോണത്. അപ്പൊ മുറിക്കാൻ പോവാ. മുറിക്കണത് ഇതാണ് ആദ്യം ചേട്ടാ. അവിടെ നിന്ന് മുറിക്കല്ലേ ചേട്ടൻ? വേണേ വെള്ളത്തിൽ മുറിക്കട്ടെ. ഇവിടെ മുറിച്ചൂടാ? റെഡി? മുറിയില്ലേ? പെട്ടെന്ന് മുറിയില്ല ചേട്ടത്. ഇതെന്തിട്ടും എൻ്റെ അമ്മ ഇത് എനിക്ക് എൻ്റെ നല്ല ശരിയല്ല. അതിന് ചേട്ടാ മുണ്ട് മാറിയിട്ട് ഒരു ട്രൗസർ തരാൻ വേണമെങ്കിൽ. ഷീറ്റ് മുറിയും തോന്നുന്നു. കത്തിയോട് മുറിക്കാം. ചേട്ടാ ആ കത്തിയോട് സുഖമായിട്ട് മുറിക്കും. ആ ഞാൻ എത്ര വരെ മുറിക്കുന്നു പറഞ്ഞോട്ടാ? അതിന്റെ അപ്പുറം വരെ അറ്റം വരെ വേണ്ട. ഇങ്ങോട്ടൊന്ന് മറച്ചിടാനുള്ള ഇത് കിട്ടിയാ പോരെ? ആ ഷീറ്റ് കിട്ടും, വലിച്ചെടുക്കാം. ഇത്ര വരെ മതിയാ? ഇതേപോലെ അപ്പുറത്ത് മുറിക്കാം അല്ലേ? ഓക്കെ. അപ്പം അങ്ങോട്ട് പോവാം. ഈ സൈഡ് മുറിക്കുന്നു കേട്ടാ. പടിയില്ലെങ്കിൽ എന്താ കാര്യം? സ്വിമ്മിങ് പൂള് അല്ലേ? പടിയില്ലെങ്കിലേ കയറാനും ഇറങ്ങാനും പടിയില്ലെങ്കിലേ എന്താ കാര്യം?
ഇത്ര നാൾ അതില്ലാണ്ടായിരുന്നു, അപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ കയറുമ്പോ പിടിച്ച് കയറി ഉടന്നാ ഇല്ലല്ലോ? കയറും മുടിച്ച് അല്ല, കയറും മുടിച്ചിട്ട് കയറി ഉടനെ ആ മതിയില്ലേ? വേണ്ട അങ്ങനെ മടക്കി മാറുന്ന സ്ഥലത്താണ് കിട്ടില്ല കിട്ടില്ല. കാരണം ഇത് നീളത്തുള്ള ഷീറ്റാ. ആവശ്യം ആണി അടിച്ചിട്ടുണ്ടോ നോക്കിയേ? അല്ല ഒരിക്കലും കിട്ടില്ല. കാരണം ഇത് ഫുള്ള് ഷീറ്റല്ല, ഇതിന് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഒരിക്കലും. ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുറിക്കേണ്ടി വരും നമ്മള്. തിരുവണ്ടി മടക്കണം. ഷീറ്റിനെ നീക്കാൻ പറ്റില്ല. ഷീറ്റ് എന്ന് പറയുന്നതേ ചേട്ടാ, അല്ല എങ്ങനെയല്ലോ ഷീറ്റ് കട്ട് ചെയ്യണല്ലോ. ഇത് ഇരിക്കണ്ട അവിടെ. അതെല്ലാം ഒതുക്കിട്ട് മടക്കിട്ട് ഒതുക്കി മടക്കിട്ട് ഞാൻ ഷീറ്റിന് അവിടെ നിന്ന് കട്ടി ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാ. ഇത്രക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഇത്ര കട്ടി എന്നിട്ട് ഇങ്ങോട്ട് മടക്കിട്. അവിടെ ആവുമ്പോ അത് വിട്ടുപോകും. പിന്നെ ഷീറ്റിനെ ആദ്യം ഉറപ്പിച്ചിട്ട് പിന്നെ അത് ഇങ്ങോട്ട് മറിച്ചിടാം. ഷീറ്റ് പിന്നെ കീറി 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 അങ്ങോട്ട് പോവാന്നാണ് പേടി. പിന്നെ എങ്ങനെയാ ഞാൻ പറയുന്നത് എങ്ങനെയാ, കുഴി കുത്തിയിട്ട് ഇതിൽ വെക്കാൻ പോണത് ഇത്രക്ക് ഇതിൽ കീറി കളയാ, ഇവിടെ ഇത്ര ഇതിൽ കീറി കളയാ. ഇത് വല്ലാണ്ട് കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ലോഡ് വരില്ലോ. ലോഡ് വരുമ്പോൾ കീറി 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 ഇല്ലാണ്ടാവും. ഇല്ല ഷീറ്റ് നിൽക്കി തോന്നില്ല ചിലപ്പോൾ. ഏറ്റവും നല്ലത് ഇതിൻ്റെ അളവിൽ ഇവിടെ ഇത്രയ്ക്ക് കീറാം. ഒരു ഇതിട്ട് കുഴി കുത്തിയിട്ട് അതിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാം. അപ്പോൾ ഞാൻ കീറാൻ പോകട്ടെ. വലിച്ചു കഴിഞ്ഞാൽ ആ ഷീറ്റ് അത് ഇത്രയ്ക്ക് മതി അല്ലേ? ഇല്ല ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇതിലെ നടക്കണം പറ്റണം. നടക്കാൻ പറ്റും. അപ്പൊ ഇത്രക്ക് ഇതില് ഷീറ്റ് കീറി വരും ചേട്ടാ. അപ്പൊ മുറിക്കിട്ടാ. ഇപ്പൊ അടിയിൽ വേറെ ഷീറ്റും ഇല്ലേ? പഴയ ഷീറ്റ് കൊറേ ഷീറ്റ് ഉണ്ട്. ഇതിപ്പോ എങ്ങനെ മുറിക്കുക? മുറിച്ചുള്ള ബ്ലേഡാ നല്ലത് അല്ലേ? ബ്ലേഡ് പുതിയത് എടുത്തിട്ട് വരാം. ഷീറ്റ് ബ്ലേഡ് കൊണ്ട് മുറിക്കാട്ടാ. ഇത്രക്ക് മതി. ശരി ശരി മാറ്റിയപ്പോ അവിടെ ഇരിക്കട്ടെ. അത് വേണേ കെട്ടി വെച്ചോ. കെട്ടി വെച്ചാലേ മറിയില്ലേ? അതുമ്മ കെട്ടി വെക്കരി വേണ്ട. ഇങ്ങനെ ഒരു പീസ് പഴയ ഷീറ്റ്. ഇനി ചാക്കും കൂക്കൊക്കെ ഉണ്ട്. മണ്ണല കുഴിക്കണ അവിടെ ഇതാണ്ട പഴയ ഷീറ്റ്. പഴയതല്ല ചാക്കല്ലത്. അല്ല ഷീറ്റ് പഴയ മുന്നത്തെ ടർപ്പായ. കൊറേ ഷീറ്റുകളുണ്ട്. ഇത് പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെയല്ലേ? അതിൻ്റെ അടിയിൽ വേറെ, അതിൻ്റെ അടിയിൽ വേറെ. മടക്കിയിട്ടേലത്തെ മടക്കുകളാന്ന് തോന്നുന്നു ചേട്ടാ. നീക്കിയാ മതിയാവും തോന്നുന്നു. ഇനി നീക്കാൻ പറ്റില്ല. ഇങ്ങനെയായിട്ട് പോണം. ചാർലിയെ ചാർലിയെ വിളിച്ചു നോക്കണ മാതിരി. ചാക്ക് ഇതിൻ്റെ അടിയിൽ പഴയ ചാക്കുകൾ കണ്ട. ആ നല്ല കോൺക്രീറ്റ് കണ്ടു. പൊളിക്കണല്ലേ ഇനി അതിൽ താത്തണം. അതാണ് പണി. ഇത് ആക്കണ സമയത്തെ അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലോ അല്ലേ? പക്ഷേ ഇത് ക്ലിക്കാവെന്ന് വിചാരിച്ചിട്ടില്ല നമ്മള്. എങ്ങനെയും തട്ടിക്കൂട്ടി ക്ലിയർ ആയില്ലെങ്കിൽ മീൻകുളം തന്നെ വീണ്ടാക്കാന്നല്ലോ വിചാരിച്ചേ. അങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു സൈഡ് കഴിഞ്ഞു. ഇനി ഇതില്
നമ്മൾ ഇത് വെച്ച് കുഴിക്കണം. അല്ല ഈ വാലിന്റെ സാധനം വേണ്ട, സെന്ററിലും കട്ട് ചെയ്യണ്ട. അപ്പൊ അത് നമുക്ക് എന്തായാലും ചെയ്യാം. ഇനി അതുപോലെ ഇപ്പുറത്ത് മുറിക്കിട്ടേട്ടാ. ഇനി ഉള്ളി ചീറ്റി എടുത്ത് പണി തുടങ്ങാം. അപ്പൊ കൂടം വെച്ചിട്ട് 30 കറക്റ്റ്. അയ്യോ ഇത് ഭയങ്കര പാറ പോലെയാണ്. കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതാ. അതന്നെ ഇതിപ്പോ പൊടികൾ വീട്ടിലോ സരിതയിലേക്കില്ലേ? ഈ വെള്ളം നമുക്ക് വറ്റിക്കാം. നമ്മളിത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളി തെറിച്ചായിരിക്കും പോയി. ഇതിപ്പോൾ ദേവത അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വന്നിട്ട് വരയ്ക്കും സ്വർണം കൊണ്ടുള്ള ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ പൊക്കി കാണിച്ചിരിക്കും. ഇതാണോ നിങ്ങളുടെ പോയ ഉള്ളി? അപ്പൊ ചേട്ടൻ എന്നിട്ട് പറയാ അപ്പം ഞാൻ സ്വർണത്തിൻ്റെയാണ്. ഇപ്പം സ്വർണത്തിന് 9,000 രൂപയില്ലേ? അപ്പൊ അതന്നെയാന്ന് പറയില്ലേ? എത്രയ്ക്കിനാവോ? ജഗ്ഗുദേ മുങ്ങൽ വിദഗ്ധം വന്നു പോയ സാധനം എടുക്കാൻ. ഉളി ഇത് ഇവിടെയാണ് എടുക്കണ കേട്ടോ. അതിവിടെ അപ്പൊ എനിക്ക് വേണ്ട ട്രൗസർ. സാരല്ലേ, ഇനിയിപ്പോ അത് മാറിയാ മതി. ബാഡ്ക്ക് നേരം പോയി. ഞാൻ നനഞ്ഞു. ഇതിവിടെ ഉളി. കിട്ടി ഉളി കിട്ടി. ഇനി ഇവിടെ നാട് നീപ്പയ്യ മേത്തി വീഴും. അതിലെന്നെ നിന്നോ ജഗ്ഗുവാ, ഇനിയും വേണ്ടി വരും. മേത്തി വെള്ളാക്കരുത് ഇനി. കണ്ട കുഴി വേണ്ട, അച്ഛനെ പറ്റില്ല വെറുതെ. മണ്ണിലേക്ക് എൻ്റെ പുറം കഴിച്ചു. എന്തൊരു ബല കോൺക്രീറ്റ് ഒന്ന് പിടിപ്പിച്ച് ഇപ്പൊ മണ്ണിലേക്ക് എത്തി. ഞാൻ കൈയിട്ട് മണ്ണ് അല്ല, ഇനി ഞാൻ കൈയിട്ട് മാന്ത. ഇതാണ് സാധനം. കണ്ട ഇത്രക്ക് അല്ല, ഇത്രക്ക് ആയിട്ടുള്ള കണ്ട. ഇതിങ്ങനെയല്ലേ പോവാ? കേട്ടാ ഇത്രക്ക് ആയിട്ടുള്ള ഇതിന്റെ അതേ നിരപ്പിലാ വേറെ അല്ലേ? അത് അപ്പൊ ഒരു 2 ഇഞ്ച് കൂടി താഴണം. ഹോളിന്റെ പണി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ അടുത്തത് കൂലി വാങ്ങിക്കാൻ മാത്രം ഉഷാറുണ്ടായ പോരല്ലേ? ഇത് ചേട്ടൻ പറയുന്നത് എന്തിന് ഇത്ര സ്ട്രോങ്ങില് കോൺക്രീറ്റ് ചെയ്തേക്കണെന്ന് അവരെയാണ് പറയണേ. ഇത് ഓവർ ടൈം പണീന് 6 മണി കഴിഞ്ഞു. അറിയില്ല എന്തുട്ടാടാ ഇമ്രാനെ ചെയ്യണ് ചാർലിയെ? ഇതെന്തുട്ടിവിടെ ഇരുട്ടായി തുടങ്ങി. എന്തായി രണ്ടാമത്തെ കുഴിയുടെ പണി കഴിഞ്ഞാ? ഇത് വേഗം കഴിഞ്ഞു തോന്നുന്നല്ലേ? അങ്ങനെ സിമെന്റും മണലും കൂടി മിക്സ് ചെയ്തിട്ട് സ്ട്രോങ് കൂടിക്കോട്ടെ. കപ്പിൽ വെള്ളം എടുത്ത് ശരിക്കും സിമെന്റ് ചട്ടിയിലുണ്ടായിരുന്നു. അത് അവിടേക്ക് കൊണ്ടുപോയേക്കാം. അവിടെ മതിൽ പണി നടക്കണ്ടായി തോന്നുന്നുണ്ട്. ഇമ്രാൻ ഇപ്പൊ പിന്നാളുള്ള സാധനം ശരിയാക്കാൻ വെച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണത്. വലിയ കാര്യമായിട്ട് നിൽക്കേണ്ട ആള്. സെറ്റായി. ചലോ പൂൾ
സ്ഥലം മുട്ടാണ്ട് പോയോട്ട് കേൾക്കൂ. ഇവിടെ വെളിച്ചം കിട്ടുമോ? ഇതങ്ങോട്ട് വെച്ചിട്ട് വേണം എനിക്ക് ഇറങ്ങി തുടങ്ങാൻ. ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ. ഒരു പ്രാവശ്യം ആദ്യത്തെ ദിവസം ഒരു വട്ടം ഇറങ്ങിയതാ. എനിക്കേനെ മാറുന്നു കേട്ടോ. കറക്റ്റ് സെന്ററിലാക്കി വെച്ചു. സപ്പോർട്ട് ചെയ്യണം. തിരിച്ചെരിഞ്ഞിട്ടാട്ടെ അതൊക്കെ ആക്കാൻ പറ്റും. ആദ്യം ഇതിന് ഇവിടെ നിന്ന് കെട്ടട്ടെ. കുളിക്കുമ്പോ ഇത് ഒരെണ്ണം നിറയ്ക്കാനുള്ളതുള്ളൂ തോന്നുന്നുണ്ട് കേട്ടാ. നോട്ടെ ഇല്ലെങ്കിൽ അടുത്തേക്ക് എടുക്കാം നമുക്ക്. അല്ല എനിക്കപ്പ ചല്ലി ഉണ്ടാവില്ലേ? ചല്ലി സംഘടിപ്പിക്കാം. കേട്ടെ ഇത് ഇതില് സിമെന്റും മണലും ഇപ്പളേ ഇട്ട് നിറച്ചു കൊണ്ടുവന്നു ചേട്ടൻ. അല്ലെ രണ്ടാമതാക്കുമ്പോ എനിക്ക് മറ്റേ മെറ്റലുണ്ടാവില്ല. അത് നിറച്ചു കൊണ്ടുപോരാ. കണ്ട അത് ഒരു കുഴിയിലേക്കുള്ളതുള്ളത്. ഇതിൽ ബാക്കി വന്നാലും കുഴപ്പമില്ല. ആക്കിക്കോ. അത് നിറച്ചാക്കിക്കോ. നിറച്ച് സ്വൽപ്പൊടിയാക്കാം. ആദ്യം ചേട്ടൻ ആദ്യമായിട്ട് ഞാൻ പറയണത് കേട്ടു. അല്ല ഞാൻ തന്നെ പിന്നെ വീണ്ടും ഓടണല്ലോ എല്ലാത്തിനും. അത് നോക്കട്ടെ എന്നിട്ട് ബാക്കി അപ്പോഴല്ലേ നോക്കാന്ന് പറയും. മെറ്റലില്ലാത്താരനെ മെറ്റലിപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കി കുറച്ച് കിട്ടിയതുള്ള ഇങ്ങനെ അവിടെ നോക്കിയാലേ അറിയാൻ പറ്റില്ല എനിക്ക്. അവിടെ ഇവിടെ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഒരു മിനിറ്റ് കറക്റ്റാ. ഇത് മതി. ഈ ലെവലിൽ തന്നെ പിടിച്ചോളാട്ടാ. ഒരു കടുക് മണിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി തവിട് പൊടി. അപ്പം ഞാൻ എൻ്റെ കോൺക്രീറ്റ് ദൈവങ്ങളെ തൈലിത് ഇത് ഇട്ടില്ലാന്നാണോ? ആ സൂക്ഷിച്ചിടുക ചേട്ടാ. ആ കാണുന്നുണ്ട്. അല്ല രണ്ടിലേക്ക് പപ്പ ആദ്യമായിട്ടാ ആദ്യേ എന്നിട്ട് തഴഞ്ഞിട്ട് ഇനി മുകളിൽ അങ്ങനെ ഇനി വരാൻ പോണത്. അല്ല ഇതെനിക്ക് പകുതി കേട്ടോ. മെറ്റൽ കിട്ടാല്ല. ഇനി അടുത്തത് കൂട്ടാം നമുക്ക്. ഇനി മെറ്റലില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോയിട്ട് മറ്റേ റോട്ടിയൊക്കെ എടുക്കണ ബേബി മെറ്റൽ വാരി കൊണ്ടുവരേണ്ടി വരും. അത് ഞാൻ വാരി കൊണ്ടുവരാം. അടുത്തെടുത്തു. സിമെന്റ് ചട്ടിയാണെങ്കിലേ എൻ്റെ കണക്കൂടുതൽ പഴക്കില്ലേ. ഇത് പട്ടിക്ക് വെള്ളം കൊടുക്കുന്ന പാത്രകാരാണ്. ഇഷ്ടം പോലെ അവിടെ പോയി സജ്ജിയുണ്ട്. അവിടെ പോയിട്ടാണ് ഈ പൊടി മെറ്റലും ഇതൊക്കെ എടുത്തു കൊണ്ടേ. കുഴപ്പമില്ല. ഉറപ്പാവട്ടെ. ഇപ്പോൾ ലെവല് കറക്റ്റ് അല്ലേ ചേട്ടാ? അച്ഛാ അനങ്ങിയില്ല സരിതര. ആ ശരിക്കും ഇവിടെ വല്ല ക്ലാമ്പ് ഇട്ടിട്ട് ഭൂമിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാല്ലേ? ബോൾട്ട് ഇട്ടിട്ട് ഡ്രില്ല് ചെയ്തിട്ടേ കൊടുക്കാൻ വേണമെങ്കിൽ ഈ കമ്പി ഉള്ളതുകൊണ്ടേ അപ്പൊ ഒന്നുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ആ മൊനേക്കിട്ട് അടിച്ചിറക്കാം. അതറിയാം. അത് ചേട്ടൻ അറിയാവുന്നോണ്ട് വേര് പൊന്തിയോ വേര് വന്നോന്നൊക്കെ ഇടയ്ക്ക് പറിച്ചു നോക്കി. വിട്ടോക്കി സരിത കഴിഞ്ഞു. അല്ല മെറ്റൽ കഴിഞ്ഞില്ല. ഇനി ഹൈറ്റിൽ വേണ്ടല്ലോ. കഴിഞ്ഞ് മഞ്ഞുമൽ ബോയ്സിന്റെ പണി കഴിഞ്ഞ് ഇറങ്ങി. ഇനി തുടരണ്ട. കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ട അത് ഇതുമുലിക്കും കെട്ടി അതിനെങ്ങാണ്ടിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട്. മോളിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. 2 ദിവസം ഇതിങ്ങനെ ഇരിക്കട്ടെ. ആ അതന്നെ. ഫ്രീ ആയിട്ട് നിക്കല്ലേ. ഫ്രീ ആയിട്ട് നിക്കല്ലേ. അതുകൊണ്ട് അടിപൊളി മതി. ഇനി ആരും ഇതിലേക്ക് പ്രവേശിക്കുന്നല്ല. 8 മണി 9 മണിയാകുമ്പോ വെള്ളം ഒന്ന് അടിച്ചു കൊടുക്കാം. അതറിയാം. ഉറക്കട്ടെ. ഈ വെള്ളം കളയാം. പുതിയ വെള്ളം അടിക്കാൻ അല്ലെ അലിയും. വാ ഇനി നമ്മള് ഇതുകൂടെ ഇറങ്ങണതാണ് നമ്മൾ ഇനി കാണിക്കട്ടാ. അല്ല ആ ഷീറ്റൊക്കെ മറക്കണം. എന്നിട്ട് മതി. വാ. അച്ഛൻ ചിറ്റിയും കൊണ്ട് നമ്മുടെ മീൻകുളം എന്നാ പറയണേ. നമ്മുടെ കുളത്തിലേക്ക് വന്നിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്ക്. അപ്പൊ അതിന് ഇത്തിരി കൂടി ബലം കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ സെന്ററിൽ ഒരു കമ്പി വെച്ചേമേ വേറൊരു യു ക്ലാമ്പ് വെച്ചിട്ട് അച്ഛൻ അടിച്ചു കൊടുക്കാൻ പോവാ. ഇത് കണ്ട ഇതിങ്ങനത്തെ സാധനം കണ്ട. ഇത് ഈ കമ്പിമ വെച്ചിട്ട് അടിച്ച് ഇതിനെ അങ്ങോട്ട് കയറ്റും. അതാണ് ഇപ്പൊ അച്ഛൻ ചെയ്യാൻ പോണേ. അച്ഛൻ ഇവിടെ
ഉഷാറിലാണ് നിൽക്കുന്നത്. കണ്ടാ വെള്ളത്തില് കുറവൊന്നുമില്ല. ഇങ്ങോട്ട് ചാടാനാണ് നിൽക്കുന്നത്. അയ്യോ ചാടാൻ വരട്ടേട്ടാ. അപ്പൊ ഞാനത് ക്ലാമ്പ് അടിക്കട്ടെ. എൻ്റെ അമ്മ ഇത് ഇത്ര ബലുണ്ട്. പെട്ടെന്നൊന്നും താഴില്ല. അല്ല ഇത് സ്പീഡിൽ ആക്കി കഴിഞ്ഞാലേ തെറ്റിപ്പോവും. ആ വെള്ളത്തേക്ക് തെറിച്ച് പോവും. അതെ ഇതടിച്ചിട്ട് നോക്കിയാൽ ഇത് വളഞ്ഞു. കണ്ടാ നമ്മുടെ 2 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പൊ നിക്സനെ കൊണ്ട് ഡ്രിൽ ചെയ്ത് കയറ്റാം പിടിപ്പിക്കാം വേറെ. അപ്പൊ ഇനി ഇവര് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ചാടാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മടക്കിയിടും. ഇപ്പോഴല്ല കേട്ടാ, 2 ദിവസം കഴിഞ്ഞിട്ട്. എത്രയോ പേര് കമന്റ് ഇട്ട് പറഞ്ഞൊരു സാധനമായിരുന്നു ലാഡർ. സ്വിമ്മിംഗ് പൂളിക്ക് ലാഡർ ഇല്ല. ആ ലാഡർ എന്ന ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ജഗ്ഗു ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അല്ല ജഗ്ഗു അല്ല കേട്ടാ, ചേട്ട ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കാണിച്ചില്ലല്ലോ, കാലത്ത് കയറുന്നതല്ലേ കാണിച്ചല്ലോ. വെള്ളത്തിന്റെ കളർ എന്ത് ഇങ്ങനെ കലങ്ങി മറിഞ്ഞല്ലത്. പുതിയ വെള്ളം അടിച്ചിട്ടതാ. അപ്പൊ ജഗ്ഗു ഇറങ്ങാൻ പോവാണ്. അതിന്റെ അടിയിലത്തെ ഷീറ്റിന്റെ ഇതിന് നിക്സം വന്നിട്ട് ഡ്രില്ല് ചെയ്തിട്ട് ഒരു ക്ലാമ്പ് ഇട്ടിട്ടേ ഉറപ്പിക്കണം ഇവിടെ. എന്നിട്ട് ഇത് ഈ സാധനം ഇടാം. അപ്പൊ ഞങ്ങളുടെ നാടൻ സ്വിമ്മിംഗ് പൂളിൽ ജഗ്ഗു ആദ്യമായിട്ട് ഇറങ്ങിയാണ്. അതുമ്പോ വല്ലാണ്ട് കുസ്തി വേണ്ട, കുസ്തി പിടിക്കാണ്ട് നീ ഏറ്റവും താഴത്തെ സ്റ്റെപ്പുമ്പിലല്ലേ നിക്കണേ. ഇനി ഇറങ്ങിയേ, ഇറങ്ങിക്കോ. ഇറങ്ങിട്ട് അതിൽ വെള്ളത്തിൽ നീന്ത്. വെള്ളത്തിൽ നീന്ത്. തണുപ്പാ വെള്ളത്തിൽ നീന്തി എന്നിട്ട് കേറ്. കേറുന്നത് കാണണ്ടേ, ഇറങ്ങുന്നത് മാത്രം കാണിക്കാൻ പാടില്ല. സൗണ്ട് അടിച്ചിട്ട് നീ അതിൽ കേറ്. അതിലേക്ക് കേറണേല് അവസാനിപ്പിക്കാനാ വീഡിയോ. കേറ്. നല്ല വെയിലാട്ടപ്പോ ഇവിടെ. ജഗ്ഗു സിനിമ. കേറി അഴകിയല്ല. നീ അടിക്ക. അയ്യോ ഫ്ലിപ്പാ എന്തുട്ട് ഇതിനെ പറയാ. വേണ്ട, അത് ഇന്ന് തന്നെ ഇളക്കി പറിച്ചെടുക്കല്ലേ. അത് ഉറപ്പിച്ചിട്ട് 2 ദിവസം മുന്നേ ഉറപ്പിച്ചിട്ടുള്ളൂ. അതെ, ജഗ്ഗുവിൻ്റെ കുളി കഴിഞ്ഞ് കയറി ഞാനൊരിക്കൽ ഇറങ്ങി. ഞാൻ ഇറങ്ങിയത് ഈ കോണിയും മുഖ വഴിയാണ്. ഒരിക്കൽ കയറുമ്പോഴും യാതൊരു കുഴപ്പമില്ല. കണ്ട കോണി കയറി. അപ്പോൾ ഇതിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറയുകയാണെങ്കിലേ, പ്രത്യേകത എന്നല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട് സരിതാരച്ഛൻ്റെ തല എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ സാധനം നമ്മൾ വേറെ ഒരാളെ കൊണ്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ അതിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ അതിന് ഫിനിഷിങ് ഉണ്ടാവും. 11,000 രൂപ 12,000 ഇരിക്കുന്നതിന് വില. ഇത് 2,400 ചില്ലറ വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റീലാണ്. ഇത് സ്റ്റീലിൻ്റെ വില. പിന്നെ അച്ഛൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ എല്ലാം. അപ്പോൾ സരിത അവിടെ ചായ ഉണ്ടാക്കാൻ പോയില്ല. അപ്പോൾ ഇത് അടിപൊളിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു വീണ്ടും. കാരണം ഇങ്ങനത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാടൻ സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് ഒരിക്കലും നിലം അടി കാണാൻ പറ്റില്ല. അത് നല്ല അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമല്ലേ, പുറത്തിലത്തെ വെള്ളം പോലെയാണ് ഇത് കാണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും ഇതൊക്കെ എല്ലാവർക്കും നമ്മളിവിടെ വരുന്നവർക്കൊക്കെ ഏറ്റവും അധികം സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഇടമായിട്ട് മാറിയത്. ജഗ്ഗു കയറുന്നില്ല, പിടിച്ചു വെച്ച് കയറണം എന്തായാലും. അപ്പോൾ സരിതേര അച്ഛൻ്റെ ഐഡിയ എന്നല്ല ഐഡിയ കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ
നമ്മുടെ ഓക്കെ സക്സസ്